بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله إلى الناس كافة بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. وقال رسول الله صلى الله عليه وسلم: أكرموا أولادكم وأحسنوا أدبهم، أو كما قال رسول الله صلى الله عليه وسلم: سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മക്കളുടെ പഠന കാര്യങ്ങൾ, തർബിയത്തിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മളുടെ ഈ ഒരുമിച്ച് കൂടൽ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ അറിയാതെ രഹസ്യമായി പരസ്യമായി ഒറ്റക്ക് കൂട്ടമായി നമ്മിൽ നിന്ന് സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം പരിപൂർണമായും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന അവസ്ഥയിൽ മരണപ്പെടാനും ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടുവാനും അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും ലോക മുസ്ലിമീങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, മക്കളുടെ കാര്യങ്ങൾ ആലോചിക്കുക, ഫിക്ർ ചെയ്യുക, അവരുടെ പഠനം, അവരുടെ തർബിയത്ത് ഇന്ന് ഈ ഒരു മേഖലയിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അധിക രക്ഷിതാക്കളും വലിയൊരു ശതമാനം മക്കളുടെ പരലോകത്തെ സംബന്ധിച്ച് ആലോചിക്കുന്നേയില്ല. അവരുടെ ഭൗതികമായ കാര്യങ്ങൾ, ഭക്ഷണം, വസ്ത്രം, താമസം, വിദ്യാഭ്യാസം, ഡിഗ്രി, ജോലി, വിവാഹം, വീട് വെക്കൽ, ഇങ്ങനത്തെ വിഷയങ്ങളിൽ ആലോചിക്കുന്ന രക്ഷിതാക്കളുണ്ട്. എന്നാൽ നമ്മളുടെ മക്കളുടെ പരലോകത്തെ സംബന്ധിച്ച്, പരലോകം സന്തോഷകരമായി തീരാൻ, വിജയകരമായി തീരാൻ ഇഹലോകത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നവർ, പഠനങ്ങൾ നടത്തുന്നവർ, അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നവർ രക്ഷിതാക്കളിൽ വളരെ കുറവാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ, ഖുർആനിൻ്റെ ഹദീസിൻ്റെ ഇൽമുകൾ നുകരുന്ന, പരിശുദ്ധമായ ദീനിൻ്റെ മർക്കസായ മദ്രസകളിൽ താമസിക്കുന്ന
തർബിയത്ത് നൽകുന്ന, താലീം നൽകുന്ന, തസ്കിയത്ത് നൽകുന്ന വലിയ ഉലമാക്കളുടെ സഹവാസത്തിൽ കഴിയുന്ന നല്ല മക്കളെ അള്ളാഹു തന്നിരിക്കുന്നത്. ഇത് അള്ളാഹു നമ്മളോട് ചെയ്ത വലിയ നിഅമത്താണ്, വലിയ അനുഗ്രഹമാണ്. ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ എവിടെയാ ഇന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി. എവിടെയാ ഉള്ളത്? 14, 15, 16 വയസ്സ് പ്രായമുള്ള മക്കള് ഇന്ന് എവിടെയാ ഉള്ളത്? ഈ അടുത്ത് വെക്കേഷൻ തുടങ്ങിയ സമയത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു വൺ ഡേ തർബിയത്ത് ക്യാമ്പ് വെച്ചു ഒരു പള്ളിയിൽ. 100-ൽ കൂടുതൽ കുട്ടികൾ പങ്കെടുത്തു. പക്ഷെ ആ പങ്കെടുത്തതൊക്കെ 8ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികളാണ്. 13 വയസ്സിന് താഴെ. 14 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 13 കഴിഞ്ഞ കുട്ടികളെ രക്ഷിതാക്കൾക്ക് കിട്ടുന്നില്ല, നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അനുസരിക്കുന്നില്ല, നിർബന്ധിക്കാൻ കഴിയുന്നില്ല. അവർ വേറെ ഏതോ ലോകത്താ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിരിക്കുന്ന ഈ നിഅമത്ത് വളരെ വലിയ നിഅമത്താണ്. സത്യത്തിൽ നമ്മുടെ യോഗ്യത കൊണ്ടോ അല്ലെങ്കിൽ അർഹത ഉള്ളത് കൊണ്ടോ അള്ളാഹു തന്നതല്ല. നമുക്ക് എന്ത് അർഹതയുള്ളത്? നമുക്ക് എന്ത് യോഗ്യതയാണുള്ളത്? നമ്മളുടെ മക്കൾ ഖുർആൻ പഠിക്കാൻ, ഹദീസുകൾ പഠിക്കാൻ, നമ്മളുടെ മക്കൾ ഖുർആനിന്റെ ഹദീസിന്റെ ഇൽമുകൾക്കിടയിൽ ഇങ്ങനെ ജീവിക്കാൻ, ആ അന്തരീക്ഷത്തിൽ കഴിഞ്ഞുകൂടാൻ മാത്രം. ഞാൻ ചോദിക്കുകയാണ്, ഉമ്മമാരായ ഉപ്പമാരായ നമ്മളിൽ എന്ത് യോഗ്യതയുള്ളത്? നമ്മളുടെ ദീനിയായ ജീവിതത്തിന്റെ അവസ്ഥ എന്താ? നമ്മൾ ഏതോ ഒരു സമയത്ത് ആഗ്രഹിച്ചു, മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, അതേപോലെ ആത്മാർത്ഥമായി നമ്മളൊന്ന് കരഞ്ഞു ദുആ ചെയ്തു. ഏതോ ഒരു സന്ദർഭത്തിൽ ആരെയോ നമ്മൾ കണ്ടു, നല്ലൊരു ഹാഫിളിനെ, നല്ലൊരു ആലിമിനെ, ദീനിന്റെ വലിയ ഖിദ്മത്തുകൾ ചെയ്യുന്നത് കണ്ടു. അപ്പൊ നമ്മളുടെ മനസ്സും കൊതിച്ചു, എനിക്കും ഇങ്ങനെ ഒരു മോന് വേണം, ഹാഫിളായ, ആലിമായ, ദീനിന്റെ വലിയ സേവനങ്ങൾ ചെയ്യുന്നു. അങ്ങനെ നമ്മളൊന്ന് ദുആ ചെയ്യും, എപ്പോഴും ഒരു ദുആ ചെയ്യും. അല്ലെങ്കിൽ നമ്മളുടെ പൂർവ്വ പിതാക്കന്മാർ ദുആ ചെയ്തു, അല്ലാഹുവേ ഞങ്ങളുടെ തലമുറകളെ നീ സാലിഹീങ്ങളാക്കണേ. അതല്ലെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ മഹ്ലായ ഫള് കൊണ്ട്, മഹ്ലായ അള്ളാഹുവിന്റെ ഫള് കൊണ്ട് അള്ളാഹു നമുക്ക് ഇങ്ങനത്തെ ഒരു മക്കളെ തന്നു. അതിൽ നമുക്ക് യാതൊരു പങ്കുമില്ല എന്നർത്ഥം. ഏതെങ്കിലും ഒന്നാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് വലിയ നിഅമത്താണ്. ഈ ഒരു കാലഘട്ടത്തിൽ മക്കള് നല്ല വെള്ള ജുബ്ബ ധരിച്ച്, വെള്ള പൈജാമ ധരിച്ച്, തലപ്പാവ് ധരിച്ച്, താടി വെച്ച് ഖുർആന്റെ മുന്നിൽ, ഹദീസിന്റെ മുന്നിൽ, ഉസ്താദുമാരുടെ മുന്നിൽ ഇരുന്ന് അച്ചടക്കത്തോടുകൂടി ഒരു മദ്രസ കോമ്പൗണ്ടിൽ കഴിഞ്ഞുകൂടുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈ മക്കൾ ഔലിയാക്കളാണ്. നമുക്ക് വേറെയും മക്കളുണ്ടല്ലോ, അല്ലേ? വേറെയും മക്കളുണ്ട്. ഇന്ന് ചില രക്ഷിതാക്കൾക്ക് അവരെ മക്കളെ സംബന്ധിച്ച് ഇതെന്റെ മോനാണ്, ഇതെന്റെ മോളാണ് എന്ന് പറയാൻ മടിയാണ്. അതിനെ അവർ അപമാനമായിട്ട് കാണുകയാണ്. ആ ഒരു കാലഘട്ടം വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല, ഫുൾ A+ വാങ്ങിച്ച കുട്ടികളാണ് നമ്മൾ കണ്ടു ഈ അടുത്ത് വലിയ അക്രമങ്ങൾ, കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെ കുറവല്ലല്ലോ, തർബിയത്തിന്റെ കുറവാണ്. യഥാർത്ഥമായ ഇൽമ് പഠിച്ചിട്ടില്ലാത്തതിന്റെ കുറവാണ്. പഠിക്കേണ്ടത് പഠിക്കണം. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, നമുക്ക് അല്ലാഹു തന്നിരിക്കുന്ന ഈ വലിയ നിഅമത്ത്,
ഇതിന് നമ്മൾ വിലമതിക്കണം. ഇതിനെ വിലമതിക്കണം. നമുക്കിന്ന് MBBS പഠിക്കുന്ന മകൻ, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന മകൾ, അല്ലെങ്കിൽ അതിനേക്കാളും വലിയ എന്തെങ്കിലും കോഴ്സുകൾ ചെയ്യുന്ന മക്കൾ, അവരുടെ സ്ഥാപനം, അവരുടെ ഫീസ്, അവരുടെ കോഴ്സ്, അവരുടെ അവധി, ഇതൊക്കെ നമുക്ക് വലിയ സംഭവമാണ്. അവരവധി നോക്കിയിട്ട് നമ്മൾ വീട്ടിൽ പരിപാടി വെക്കുള്ളൂ. അവർക്ക് അവധിയില്ലാത്ത സമയത്ത് അവധി എടുക്കാൻ നമ്മൾ തന്നെ അവരെ സമ്മതിക്കൂല. അവർക്ക് വേണ്ട ഫീസ് കൃത്യസമയത്ത് നമ്മൾ അടക്കും. അവരുടെ കാര്യത്തിൽ നമുക്ക് വലിയ ശ്രദ്ധയാണ്. എന്നാൽ പലപ്പോഴും മദ്രസയിൽ പഠിക്കുന്ന മക്കളുടെ കാര്യത്തിൽ നമുക്ക് അത്ര ശ്രദ്ധ ഉണ്ടാകില്ല. അത് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന വലിയൊരു നന്ദികേടാണ്. മദ്രസയിൽ പഠിക്കുന്ന കുട്ടിനെ മദ്രസയിൽ കൊണ്ടുവന്നാക്കിയാൽ പിന്നെ ഒന്നും ആലോചിക്കേണ്ടെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത്. വിളിക്കണ്ട, പഠനത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കണ്ട, മാതാപിതാക്കള് ഉസ്താദുമാരെ വിളിച്ച് കുട്ടിയുടെ പഠനകാര്യങ്ങൾ അന്വേഷിക്കേണ്ടതില്ല, ഫീസിന്റെ കാര്യത്തിലും അത്ര ശ്രദ്ധിക്കേണ്ടതില്ല. അവധി തോന്നുന്ന സമയത്തൊക്കെ അവധി എടുക്കാം. വീട്ടില് അല്ലെങ്കിൽ അയൽവാസിയുടെ ഈ അടുത്ത് ഞാൻ ഒരു കുട്ടിയുടെ ലീവ് ലെറ്റർ വായിച്ചപ്പം ആ കുട്ടി കുടുംബത്തിൽ ഒരു കല്യാണം, അതിനു വേണ്ടി പോയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിന്റെ എന്ത് കുടുംബാണെന്ന് ചോദിച്ചു. അപ്പം ഏതോ ഒരു കുടുംബാണ്. അപ്പോ സ്വന്തം വീട്ടിലാവണമെന്നില്ല, അടുത്ത കുടുംബത്തിലാവണമെന്നില്ല, അകന്ന കുടുംബത്തിലെ കല്യാണത്തിന് വരെ മദ്രസയിൽ പഠിക്കുന്ന ആൾക്കാർക്ക് ലീവ് എടുക്കാം. നമ്മളുടെ ഒരു കാഴ്ചപ്പാടായി മാറിയിരിക്കുകയാണ്. സത്യത്തിൽ നമ്മൾ ഈ മേഖലയോട് കാണിക്കുന്ന വലിയ നന്ദികേടായിരിക്കും അത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളുടെ ദുനിയാവും നമ്മളുടെ ആഖിറവുമാണ് ഈ മക്കൾ എന്ന് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കുക. നമ്മളുടെ ഏത് മക്കൾ ദുനിയാവിൻ്റെ ഭൗതികമായ ഏത് അറിവുകൾ കരസ്ഥമാക്കിയവരാകട്ടെ, എത്ര വലിയ ശമ്പളങ്ങൾ കരസ്ഥമാക്കുന്നവരാകട്ടെ, അവർ നമുക്ക് ദുനിയാവിൽ തന്നെ ഉപകരിക്കണമെന്നില്ല. പിന്നെ ആഖിറത്തിന്റെ കാര്യം പറയണ്ടല്ലോ. നേരെ മറിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കിയ, നബിതങ്ങളെ മനസ്സിലാക്കിയ, പരിശുദ്ധ ഖുർആൻ പഠിച്ച, ഹദീസുകൾ പഠിച്ച ഈ മക്കൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ, നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ ആശ്വസിപ്പിക്കാനുണ്ടാവും, നമുക്ക് തണലായിട്ടുണ്ടാവും, നമ്മളെ കൈപിടിക്കാനുണ്ടാവും, നമുക്ക് നല്ല മാർഗനിർദ്ദേശങ്ങൾ തരാൻ ഈ മക്കളുണ്ടാവും. ഖുർആന്റെ ആയത്തോതി, ഹദീസുകൾ പറഞ്ഞ്, സഹാബാക്കളുടെ സംഭവങ്ങൾ പറഞ്ഞ്, ഇനി അഥവാ നമ്മൾ മരിച്ചുപോയി എന്ന് വെക്കട്ടെ, ഈ മക്കൾ ആത്മാർത്ഥമായി നമുക്ക് വേണ്ടി കരയാനുണ്ടാവും, അമലുകൾ ചെയ്ത് ഹദിയ ചെയ്യാനുണ്ടാവും. ഈ അടുത്ത് മരണപ്പെട്ട 2 ഭാഗ്യവതികളായ ഉമ്മമാരെ ഓർമ്മ വരികയാണ്. 2 ഉമ്മമാർ ആലിമുകളായ, ഹാഫിളുകളായ മക്കൾക്ക് ജന്മം നൽകി, ഭാഗ്യവതികള്. എന്നിട്ട് ആ മക്കള് 100 കണക്കിന് ആളുകൾക്ക് ഹിദായത്തിന് സബബായി. 100 കണക്കിന് ഹാഫിളുകൾ ഉണ്ടാകുന്നതിന്, ആലിമുകൾ ഉണ്ടാകുന്നതിന്, മുഫ്തിമാരുണ്ടാകുന്നതിന് ആ മക്കള് കാരണക്കാരായി. എന്നിട്ട് ആ ഉമ്മ മരിച്ച് ഖബറിൽ വെച്ചപ്പോ ആ മക്കള് ദുആ ചെയ്യാണ്, അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മ ഞങ്ങളെ വിട്ട് പിരിഞ്ഞതിലല്ല ഞങ്ങൾക്ക് വിഷമം, അത് ഞങ്ങൾ സഹിച്ചോളാം, അത് ഞങ്ങൾ ക്ഷമിച്ചോളാം. ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളുടെ ഉമ്മാക്ക് ഖബറിൽ സന്തോഷം ഉണ്ടാകണം, സമാധാനം ഉണ്ടാകണം, വിജയിക്കണം. ഉമ്മ വിജയിച്ചു എന്ന് നീ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾക്ക് പിന്നെ യാതൊരു വിഷമവുമില്ല. ഇങ്ങനെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പറയാൻ കഴിയണമെങ്കിൽ എന്താണ് ഖബർ എന്നറിയണം, എന്താണ് ഉമ്മ എന്നറിയണം, എന്താണ് പരലോകമെന്നറിയണം. അത് ഭൗതികമായ ഏത് അറിവ് നേടിയാലും
ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നുണ്ടെങ്കിലും അത് മനസ്സിലാവണമെന്നില്ല. ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാണ്, ദുനിയാവിലും നമുക്ക് ഉപകരിക്കുന്ന മക്കളാണ്. അതുകൊണ്ട് ഈ മക്കളുടെ കാര്യത്തിൽ നമ്മളൊന്ന് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം ഇൻഷാ അല്ലാഹ്. മറ്റു മക്കളെ ശ്രദ്ധിക്കണ്ടെന്നല്ല, പരിഗണിക്കണ്ടെന്നല്ല. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്രിമു ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒന്ന് പരിഗണിക്കണം, അവരെ നിങ്ങളൊന്ന് സ്നേഹിക്കണം, അവരുടെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അക്രിമു ഔലാദക്കും വഅഹ്സിനു അദബഹും, നിങ്ങൾ അവർക്ക് നല്ലൊരു ജീവിതം നയിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അള്ളാഹുവിനെ മനസ്സിലാക്കി, നിബിധങ്ങളെ മനസ്സിലാക്കി, അള്ളാഹിന്റെ കൽപ്പനകൾ, നബിതങ്ങളുടെ സുന്നത്തനുസരിച്ച് ജീവിക്കാൻ അവർക്ക് നിങ്ങളൊരു സൗകര്യം ചെയ്തു കൊടുക്കണം. വഅഹ്സിനു അദബഹു. എന്താ ഇൻഷാ അല്ലാഹ് ഈ മക്കളുടെ കാര്യത്തിൽ നമുക്കൊരു കൂടുതൽ ശ്രദ്ധ വേണം. മദ്രസയിൽ പഠിക്കുന്ന മക്കൾ ചെയ്യൂ ഇൻഷാ അല്ലാഹ്. കാരണം നമുക്ക് ദുനിയാവിലും ഉപകരിക്കാൻ പോകുന്ന മക്കളാണ്, നാളെ പരലോകത്തും മരണപ്പെട്ടതിനു ശേഷവും നമുക്ക് ഉപകരിക്കാൻ പോകുന്ന മക്കളാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു ഹാഫിളായ മകൻ, ഒരു ആലിമായ മകൻ, ദീനുള്ള ഒരു മകൾ, ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു മകൾ അവരുടെ മാതാപിതാക്കളെ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ശാഠ്യം പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൈപിടിച്ച് നടത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ മക്കളുടെ കാര്യം ആലോചിക്കാൻ നമുക്ക് സമയം കണ്ടെത്തണം. ഇവരുടെ കാര്യങ്ങൾ അന്വേഷിക്കണം ഇവരുടെ ഉസ്താദുമാരോട്. ഇവർക്ക് വേണ്ട ഭൗതികമായ ആവശ്യങ്ങൾ മറ്റുള്ളവരെക്കാൾ മുൻഗണന നൽകി ഇൻഷാ അല്ലാഹ് പൂർത്തീകരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. എന്താ ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ കാര്യം, അള്ളാഹു നമുക്ക് തന്ന ഈ വലിയ അനുഗ്രഹം, വലിയ നിഅമത്ത്, അതിനോടുള്ള ശുക്ർ, ഏറ്റവും വലിയ ശുക്ർ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച വലിയ ഒരു ഉത്തരവാദിത്വമാണ്. നമ്മളുടെ മക്കൾക്ക് നല്ല താലീമും നല്ല തർബിയത്തും നൽകുക എന്നുള്ളത്, അല്ലേ? ഇത് ഓരോ ഉപ്പയുടെ ഉത്തരവാദിത്തമാണ്, ഓരോ ഉമ്മയുടെ ഉത്തരവാദിത്തമാണ്. അവരാ ചെയ്യേണ്ടത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് വലിയൊരു സൗകര്യം ചെയ്തു തന്നു. നല്ല നല്ല ഇൽമുള്ള, അഖ്ലാഖുള്ള, തർബിയത്തുള്ള, തസ്കിയത്തുള്ള ഉലമാക്കളെ അല്ലാഹു നമുക്ക് തന്നു. നമ്മൾ അവരുടെ കൈകളിൽ നമ്മളെ മക്കളെ ഏൽപ്പിച്ചു. ഇന്ന് നമ്മളുടെ ഉത്തരവാദിത്വം ആ ഉസ്താദുമാര് നിർവഹിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അറിയണമെന്നില്ല, നമ്മൾ തന്നെ അറിയണില്ല. അല്ലാഹു നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ്. അവർക്ക് ദീന് കൊടുക്കുക, അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക, അവർക്ക് ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കുക. നമ്മൾ മദ്രസയിൽ കൊണ്ടുവന്നാക്കി എന്നല്ലാതെ പിന്നെ ഒന്നും നമ്മൾ അറിയുന്നില്ല. നമ്മളുടെ മക്കൾ എത്രയോ മാറി മദ്രസയിൽ വന്ന ശേഷം. ഖുർആൻ ഒരു അക്ഷരം ഓതാൻ അറിയില്ലായിരുന്നു, അക്ഷരങ്ങൾ പഠിച്ചു, തജ്വീദോടുകൂടി ഈണത്തിൽ ഓതാൻ പഠിച്ചു. അത് ഒരു ഹർഫ് പോലും വിട്ടുപോകാതെ മനപ്പാഠമായി അത് ഓതിക്കൊണ്ടിരിക്കുന്നു. അതിനു പുറമെ അതിൻ്റെ അർത്ഥങ്ങള്, അതിൻ്റെ ആശയങ്ങള്, ഹദീസുകള് അവർ പഠിക്കുന്നു, അറബി ഭാഷ പഠിക്കുന്നു. ഇവിടെ കൊണ്ടുവന്നാക്കുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? ഇപ്പൊ എന്താണ് അവസ്ഥ? അവര് സുന്നത്ത് നമസ്കരിക്കുന്നു, ഫർളുകൾ നമസ്കരിക്കുന്നു, തഹജ്ജുദ് നമസ്കരിക്കുന്നു. ഒരുപാട് മാറ്റങ്ങൾ നമ്മളുടെ മക്കളിൽ വന്നു കഴിഞ്ഞു. ഇതിന്റെ ഒക്കെ കാരണക്കാരാരാ? ഉസ്താദുമാരാണ്, സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വം ഉള്ളവരാണ്.
അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ നമ്മളോട് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്തവരാണ്, മുഹ്സിനീങ്ങളാണ്. അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. ഉപകാരത്തിന് നിങ്ങൾ പ്രത്യുപകാരം എന്താ ചെയ്യേണ്ടത്? എന്താ പ്രത്യുപകാരം ചെയ്യേണ്ടത്? അവർക്കും ഉപകാരം ചെയ്തു കൊടുക്കുക. ഉപകാരത്തിന്റെ പ്രതിഫലം ഉപകാരമാണ്, ഉപകാരം മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇപ്പൊ നമ്മളുടെ ഏറ്റവും വലിയ ഗുണകാംക്ഷികളാണ്, മുഹ്സിനീങ്ങളാണ് നമ്മളുടെ മക്കളുടെ ഉസ്താദുമാർ, നമ്മളുടെ മക്കളുടെ ഉസ്താദുമാർ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരെ ബഹുമാനിക്കണം. ഉപകാരം ചെയ്യാന്ന് പറഞ്ഞാല് അവർക്ക് വീടൊന്നും വെച്ചു കൊടുക്കണ്ട, അവർക്ക് വാഹനമൊന്നും വാങ്ങിച്ചു കൊടുക്കണ്ട, അവർക്കൊന്നും നിങ്ങൾ കൊടുക്കണ്ട. നിങ്ങളൊന്ന് അവരെ ബഹുമാനിച്ചാൽ മതി, നിങ്ങളൊന്ന് അവരെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി, നിങ്ങളൊന്ന് അവരെ സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞാൽ മതി. നിങ്ങളൊന്ന് ഏറ്റവും ചുരുങ്ങിയത് ആ ഉസ്താദുമാർക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് ഉപകാരം ചെയ്താൽ മതി. ദുആ ചെയ്യാം, ഉസ്താദുമാർക്ക് വേണ്ടി ദുആ ചെയ്യാം. എത്ര വലിയ ഉപകാരമാണ് ഈ ഉസ്താദുമാർ നമ്മളോട് ചെയ്തെന്നറിയോ? നമ്മുടെ മക്കള് അവധി കാലത്ത് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്കറിയാം എത്ര കഷ്ടപ്പാടുണ്ട്. ഒരു മോനെ, 2 മക്കളെ ഒന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ, ഒരു സുന്നത്ത് നിസ്കരിപ്പിക്കാൻ, ഒരു പേജ് ഖുർആൻ ഓതിപ്പിക്കാൻ, അവരെ ഒന്ന് തഹജ്ജുദിന് വിളിച്ചുണർത്താൻ എത്ര പ്രയാസമുണ്ട്. ഉണ്ടോ ഇല്ലേ? തീർച്ചയായിട്ടും. ഒരു 10 ദിവസത്തെ അവധിക്ക് വന്ന് ഒരു 4-5 ദിവസമായാൽ നമ്മൾ തന്നെ പറയാൻ തുടങ്ങും ഇത്രയൊന്നും അവധി വേണ്ടായിരുന്നു. നമ്മൾ പറയാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര ത്യാഗം ഈ കോലത്തിൽ നമ്മളെ മക്കളെ ആക്കിയെടുക്കുന്ന കാര്യത്തിൽ ഈ ഉസ്താദുമാര് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ ഉസ്താദുമാരുടെ കാര്യത്തിൽ നമ്മളുടെ ഗുണകാംക്ഷികളായ, മുഹ്സിനീങ്ങളായ, ഉപകാരികളായ ഈ ഉസ്താദുമാരുടെ കാര്യത്തിൽ നമുക്ക് ചുരുങ്ങിയ പക്ഷം ദുആ ചെയ്തെങ്കിലും പ്രത്യുപകാരം ചെയ്യാൻ കഴിയണം. തയ്യാറല്ല ഇൻഷാ അല്ലാഹ്? പിന്നെ മനുഷ്യന്മാരാണ്, ഉസ്താദുമാരുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടാവും അല്ലേ? ദേഷ്യം, കോപം, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ അതിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കും, ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പണിഷ്മെന്റ് കൊടുത്തേക്കും. പഴയ കാലത്തെ പോലെ അടിയോ കുത്തോ ചവിട്ടോ ഭക്ഷണം കട്ടാക്കലോ ഉറക്കം കട്ടാക്കലോ അതൊന്നുമില്ല. ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പറയും, ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഹോംവർക്ക് കൊടുക്കും, ചിലപ്പോ എഴുന്നേപ്പിച്ച് നിർത്തും, ചിലപ്പോ ക്ലാസിന്റെ പുറത്ത് നിർത്തും. ഇത്രയൊക്കെ ഉള്ളൂ. അത് നമ്മളായിരുന്നെങ്കിൽ ചിലപ്പോ അതിന്റെ അപ്പുറമായിരിക്കും. നമ്മളൊന്ന് പഠിപ്പിക്കാനിരുന്ന് നോക്കി നമ്മളെ മക്കളെ, നമ്മളതിനപ്പുറം ചെയ്യും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്തെങ്കിലുമൊക്കെ ബലഹീനത, കുറവുകൾ ഉസ്താദുമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാരാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മാപ്പ് കൊടുക്കുക, നമ്മളുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ചില രക്ഷിതാക്കളുണ്ട്, കുട്ടികൾ ഒരു പരാതി പറയുമ്പോൾ അവരതിനെ 10ആക്കി, അതിനെ വലുതാക്കി, എന്നിട്ട് ഉസ്താദുമാരെ വന്ന് കണ്ട് അല്ലെങ്കിൽ കോൾ ചെയ്ത് ദേഷ്യപ്പെടുക, ഉള്ളതും ഇല്ലാത്തതും പറയാ, ചീത്ത വിളിക്കുക, എന്നിട്ട് ആ മദ്രസയിൽ നിന്ന് കുട്ടിനെ കൊണ്ടുപോവുക, വേറെ മദ്രസയിൽ കൊണ്ടുപോയി ചേർക്കുക. ഇതൊക്കെ എന്ത് സംസ്കാരമാണ്? ഒരു ഉപകാരം ചെയ്ത ആളോട്, ഒരു ഗുണകാംക്ഷ ചെയ്ത ആളോട് ഇങ്ങനെയാണോ നമ്മൾ പ്രത്യുപകാരം ചെയ്യുക? ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ, ഗൗരവകരമായ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അതിന്റെ പരിഹാരം എങ്ങനെ കാണുക? വന്ന് നേരിട്ട് കണ്ട് സംസാരിച്ച് സത്യാവസ്ഥ അന്വേഷിച്ച് എന്നിട്ട് പരസ്പരം ഇരുന്ന് പറഞ്ഞ് തീർത്ത്, അങ്ങനെയാണ് നമ്മൾ അതിന്റെ പരിഹാരം കാണേണ്ടത്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന സംസ്കാരം.
മറ്റൊരു വിഷയം, നമ്മളുടെ ഈ സ്ഥാപനത്തിന്റെ മുത്തവല്ലിമാർ, മരണപ്പെട്ടവർ, ജീവിച്ചിരിക്കുന്നവർ നമ്മളോട് വലിയ ഇഹ്സാൻ ചെയ്ത ആൾക്കാരാണ്. വലിയ ഇഹ്സാൻ. നമ്മുടെ മക്കൾക്ക് വേണ്ടി അവരുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം അവർ മാറ്റിവെച്ചിരിക്കുകയാണ്. നമുക്കെന്നെ അറിയാം, നമ്മൾ കൊടുക്കുന്ന ഫീസ് കൊണ്ട് ഒരിക്കലും ഒരു മാസം ഒരു കുട്ടിക്ക് കഴിച്ചുകൂട്ടാൻ സാധ്യമല്ല. നമുക്കറിയാം, നമ്മളുടെ മുത്തവല്ലിമാരുടെ കൂട്ടത്തിൽ 16 വയസ്സുള്ളവർ വരെ ഉണ്ട്, 20 വയസ്സുള്ളവരുണ്ട്, 25 വയസ്സുള്ളവരുണ്ട്, കൂടിപ്പോയാൽ 45-50 വയസ്സുള്ളവരേ ഉള്ളൂ. അവരാണ് ഇത്ര വലിയ സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ, ലക്ഷക്കണക്കിന് രൂപ മാസത്തിൽ ചെലവഴിച്ച് നമ്മളുടെ മക്കളുടെ താലീമിന് വേണ്ടി, നമ്മളുടെ മക്കളുടെ തർബിയത്തിന് വേണ്ടി. ഈ മഞ്ചേരി ടൗണിന്റെ തൊട്ടടുത്ത് ഇത്ര വലിയ സ്ഥലം, ഇത്ര വലിയ സൗകര്യം അവർ വഖഫ് ചെയ്ത് വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ചെലവഴിച്ച് ഇന്നും നമ്മളുടെ മക്കളെ ഭക്ഷണം കൊടുത്ത്, അവർക്ക് താമസ സൗകര്യങ്ങൾ കൊടുത്ത്, അവർക്ക് വേണ്ട പഠനത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ചെയ്ത് അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നമ്മളുടെ മക്കളോട് ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരോടും വലിയ കടമയുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അവരുടെ ദുന്യവിയായ ഉഖ്റവിയായ എല്ലാ ഖൈർ ബറക്കത്തുകൾക്ക് വേണ്ടി നമ്മളെപ്പം കൈ ഉയർത്തിയാലും ദുആ ചെയ്യാൻ നമ്മൾ മറക്കരുത്. പ്രത്യേകിച്ച് അവരിൽ നിന്ന് മരണപ്പെട്ട അവരുടെ ഉപ്പ ചെറിയ പ്രായത്തിലാണ് ഈ വലിയ ഒരു ത്യാഗത്തിന് അദ്ദേഹം തയ്യാറായിട്ടുള്ളത്. ചെറിയ പ്രായത്തിൽ അവരുടെ മഗ്ഫിറത്തിനു വേണ്ടി, മർഹമത്തിനു വേണ്ടി നമ്മൾ പ്രത്യേകം ദുആ ചെയ്യണം. അതുപോലെ ദീനിന്റെ ഇൽമിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ അത് വലിയ സുഖമുള്ളൊരു മാർഗമൊന്നുമല്ല. വലിയ ത്യാഗവും വലിയ പ്രയാസവും വലിയ ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു മാർഗമാണ്. അത്ര എളുപ്പമുള്ള കാര്യമല്ല. പരിശുദ്ധമായ ദീന് പഠിക്കുക, അതനുസരിച്ച് ജീവിക്കുക, ഇത് പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പിശാചിന്റെ ദുർബോധനങ്ങൾ, പിശാചിന്റെ വസ്വസകൾ, പിശാചിന്റെ സ്വാധീനങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ദീനിന്റെ ഇൽമ് പഠിക്കുക, അത് പ്രചരിപ്പിക്കുക, ഇത് ചെയ്യുന്ന ആളുകളിലായിരിക്കും. പിശാച് അള്ളാഹുവിനോട് ദുആ ചെയ്തു. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സമയത്ത്, അല്ലാഹുവേ റബ്ബി അൻളിർനി ഇലാ യൗമി യുബഅസൂൻ, എനിക്ക് ഖിയാമത്ത് നാൾ വരെ ആയുസ് നീട്ടിത്തരണം. അല്ലാഹു പറഞ്ഞു, ഇന്നക മിനൽ മുൻദരീൻ, ഓക്കേ, നിനക്ക് ഞാൻ ആയുസ് നീട്ടി തന്നിരിക്കുന്നു. അടുത്ത ചോദ്യം എന്താ? അല്ലാഹുവേ, നിന്റെ മുഴുവൻ അടിമകളെയും ഞാൻ വഴികെടുത്തു. ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം, സിറാത്തെ മുസ്തഖീമിലേക്കുള്ള വഴിയിൽ ഞാൻ അവിടെ അടഞ്ഞിരിക്കും. അതുവഴി ഒരാളെയും കടന്നു പോകാൻ ഞാൻ സമ്മതിക്കൂല. കള്ള് ഷാപ്പിലേക്ക് പോകുന്ന വഴിയിൽ ആരുണ്ടാവില്ല? പിശാചുണ്ടാവില്ല. തോന്നിവാസങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്ന വഴിയിൽ അവിടെ പിശാചുണ്ടാവില്ല, അവിടെ ആവശ്യമില്ല. പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ, മദ്രസയിലേക്ക് പോകുന്ന വഴിയിൽ, പഠിക്കാൻ പോകുന്ന വഴിയിൽ, ദഅവത്തിന് പോകുന്ന വഴിയിൽ, തർബിയത്തിന് പോകുന്ന വഴിയിലൊക്കെ ആരുണ്ടാവും? പല രീതിയിൽ ഈ മാർഗത്തിൽ നിന്ന് നമ്മളെ മുടക്കാൻ വേണ്ടി, നമ്മളെ പിന്തിരിയിപ്പിക്കാൻ വേണ്ടിയുള്ള കഠിനമായ ശ്രമങ്ങൾ നടത്തും. കറിയിൽ വെള്ളം കൂടുതലാണ്, ഇതായിരിക്കും വലിയൊരു പ്രശ്നം. കിടക്കുന്നിടത്ത് ചൂട് കൂടുതലാണ്, ഇത് വേറൊരു പ്രശ്നം. കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ പിന്നെ കളിയാക്കുകയാണ്, ഇത് വേറൊരു പ്രശ്നം. ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കി വീർപ്പിച്ച് പിശാച് നമുക്ക് മനസ്സിലാക്കി തരും.
അല്ലാതെ ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതൊക്കെ തന്നെ പ്രശ്നം ഉണ്ടാവുള്ളൂ. ചില കുട്ടികൾക്ക് തോന്നിപ്പിച്ചു കൊടുക്കും, പാഠങ്ങളൊന്നും മനസ്സിലാകുന്നില്ല, നിനക്ക് മനസ്സിലാകുന്നില്ല, നിനക്ക് മനസ്സിലാകുന്നില്ല, നിനക്ക് മനസ്സിലാകുന്നില്ല എന്ന് പിശാച് പറഞ്ഞുകൊണ്ടിരിക്കും. ആ കുട്ടി ഉമ്മാനെ വിളിച്ചു പറയും, ഉപ്പാനെ വിളിച്ചു പറയും, എന്നാ പിന്നെ മോനെ പോരെ, കഴിഞ്ഞു, പാഠം മനസ്സിലാകുന്നില്ല. ചില കുട്ടികൾക്ക് തോന്നിപ്പിച്ചു കൊടുക്കും, ഉസ്താദുമാര് ഭയങ്കര സ്ട്രോങ് ആണ്, സ്ട്രിക്റ്റ് ആണ്, ഭയങ്കരമായ തമ്രീന് ഹോംവർക്കുകൾ തരികയാണ്, തീർക്കാൻ കഴിയുന്നില്ല, ഭയങ്കര പ്രയാസാണ്, ഓവർലോഡാണ്. ഇതൊക്കെ പറഞ്ഞപ്പോ ഉമ്മണ് ബേജാറാവും. ഉമ്മമാർക്കാണ് വേഗം ബേജാറ് വരിക. എൻ്റെ കുട്ടി അവിടെ പോയി ഇടങ്ങേറാകാണ്. ഇതിങ്ങനെ വാപ്പാനോട് പറഞ്ഞ് അങ്ങനെയാണ്. ആണുങ്ങളെ വലയിൽ കുടുക്കൽ പിശാചിന് കുറച്ച് പ്രയാസ, പെണ്ണുങ്ങളെ എളുപ്പ. അതുകൊണ്ടാണല്ലോ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് ആ പഴം തീറ്റിപ്പിക്കാൻ കുറേ ശ്രമിച്ചു, നടന്നില്ല. അവസാനം ആരെ സമീപിച്ചു? ഹവ്വാ ബീവിയെ സമീപിച്ചു. ഹവ്വാ ബീവി പറിച്ചു, കഴിച്ചു. ആരെയും കഴിപ്പിച്ചു? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കഴിപ്പിച്ചു. അപ്പൊ ഉമ്മമാര് വഴി പിശാച് വരും, ഉമ്മമാര് വഴി വരും. ഇനിയിപ്പോ ഇതൊന്നും ഇല്ലെങ്കിൽ കുടുംബക്കാരുടെ വഴിയിലൂടെ പിശാച് വരും. ചിലപ്പോ വാപ്പന്നായിരിക്കും, എത്താ ചങ്ങായി എൻ്റെ കുട്ടിനെ ജൗടെ കൊണ്ട് ചേർത്തുകളെ. ഈ കാലഘട്ടത്തിൽ ഇത് AI, ആ കാലഘട്ടത്തിൽ നീ നിന്റെ മോനെ ഹാഫിളാക്കിയിട്ട് എന്താ കാര്യം, ആലിമാക്കിയിട്ട് എന്താ കാര്യം? അവനക്ക് വല്ല ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്ക്, വേറെന്തെങ്കിലുമൊക്കെ വലിയ ഡിഗ്രികൾ കൊടുക്ക്. ഇത് വാപ്പ പറയും, ഉമ്മ പറയും, സ്വന്തം സഹോദരങ്ങൾ പറയും, അയൽവാസികൾ പറയും, കൂട്ടുകാർ പറയും, നാട്ടുകാർ പറയും, കുടുംബക്കാർ പറയും. ആണുങ്ങൾ ഒരു പക്ഷെ ഇതിലൊന്നും വല്ലാതെ കുടുങ്ങൂല, പെണ്ണുങ്ങൾ കുടുങ്ങിപ്പോകും. ഏറ്റങ്ങൾക്ക് ബേജാറാ. കല്യാണത്തിന് പോയി, കുടിൽക്കലിന് പോയി, സൽക്കാരത്തിന് പോയി, മരിച്ചെടുത്തു പോയി, ആശുപത്രി പോയതായിരിക്കും. വെറുതെ വർത്താനത്തിന്റെ ഇടയിൽ എന്താണ്, എത്ര മക്കളാണ്? 3 മക്കള്. എന്താ ചെയ്യണേ? ഹാഫിളായി പാലും കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങും. ചിലപ്പോ ടീച്ചറായിരിക്കും. ഞാൻ ഈ അടുത്ത് എൻ്റെ മോളെ ഡോക്ടറെ കാണിക്കാൻ പോയി. 7 വയസ്സുള്ളൂ. തലവേദനയായിട്ട് ഡോക്ടറെ കാണിക്കാൻ പോയതാ. എന്നെ അയാൾ കാണുന്നുണ്ട്, അയാൾക്ക് എന്നെ അറിയാം, ആ ഡോക്ടർക്ക് എന്നെ അറിയാം, ഞാൻ ആരാണ്, ഞാൻ എന്താണെന്നറിയാം. എന്നെ കാണുന്നുണ്ട്, എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ മോളോട് പറയാണ്, നീ നല്ല കുട്ടിയാണ്, നല്ല സ്മാർട്ടാണ്, നല്ലോണം പഠിക്കുന്ന കുട്ടി, നിന്റെ മുഖത്തുനിന്ന് മനസ്സിലാകുന്നുണ്ട്, അതുകൊണ്ട് നീ നല്ലോണം പഠിക്കണം, നീ ഗവൺമെന്റ് ജോലിക്കാരിയാകണം, എൻ്റെ മുമ്പെന്ന് എൻ്റെ മോളോട് പറയാ. ഇങ്ങനെയാണ് പുറത്തു നിന്ന് ഇന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക്, ഉമ്മമാർക്ക്. ഇത് പിശാചിന്റെ ഏറ്റവും വലിയ വല, ഏറ്റവും വലിയ സ്വാധീനം, കുതന്ത്രങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം എവിടെയാണ്? ദീനിന്റെ വഴിയിലാണ്, ദീനിന്റെ ഇൽമിന്റെ വഴിയിലാണ്, ദഅവത്തിന്റെ വഴിയിലാണ്, തസ്കിയത്തിന്റെ തർബിയത്തിന്റെ വഴിയിലാണ്. അതുകൊണ്ട് അല്ലാഹു തന്ന ഈ നിഅമത്ത് എന്ത് വില കൊടുത്തും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ അവധിയാണ്, നാട്ടിലേക്ക് പോവാണ്. ഇതുവരെ നല്ലൊരു സംരക്ഷണ വലയത്തിലായിരുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാണ്, ദുനിയാവിന്റെ മാഹൗലിലേക്ക് ഇറങ്ങാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ കാത്തു രക്ഷിക്കണം, അല്ലാഹു തന്നെ കാത്തു രക്ഷിക്കണം. അതുകൊണ്ട് നമ്മളുടെ മക്കളുടെ മേൽ നമുക്കൊരു നോട്ടം ഉണ്ടാകണം. എന്ത് തന്നെ അവസ്ഥകൾ വന്നാലും പതറാതെ നമ്മൾ ഉറച്ചു നിൽക്കണം. എന്താ ഇൻഷാ അല്ലാഹ് അതിന്റെ പരിഹാരങ്ങൾ നമുക്കറിയില്ല. നമ്മൾ സ്വയം തീരുമാനം എടുക്കരുത്. ഒരു കുട്ടി എന്തെങ്കിലും പറഞ്ഞു, അപ്പൊ നമ്മളറിയാതെ നമ്മൾ തീരുമാനം എടുക്കരുത്. നമ്മൾ ഉലമാക്കളെ സമീപിക്കണം, അവന്റെ ഉസ്താദുമാരെ വന്ന് കാണണം, ഉത്തരവാദിത്തപ്പെട്ടവരെ വന്ന് കാണണം. അതല്ല വേറെ ഉലമാക്കളെ ചെന്ന് കാണാം. ഇങ്ങനൊരു വിഷയമുണ്ട്, എന്താ ചെയ്യേണ്ടത്? നമ്മൾ സ്വയം തീരുമാനം എടുക്കരുത്. നമുക്ക് ആരതിനുള്ള അറിവില്ല. അള്ളാഹു തന്നെ ഈ നിഅമത്ത് ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. എന്താ ഇൻഷാ അല്ലാഹ് തയ്യാറല്ലേ? അടുത്തൊരു വിഷയം, നമ്മളുടെ മക്കൾക്ക് വേണ്ടി നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയതുപോലെ കുറഞ്ഞ സമയം മക്കൾക്ക് വേണ്ടി നമ്മൾ കൊടുത്തു.
നാളെ ആഖിറത്തിൽ അല്ലാഹ് ചോദിക്കും നമ്മളോട്, നിനക്ക് ഞാൻ നിന്റെ മക്കളെ അമാനത്തായി നിന്റെ കയ്യിൽ തന്നു. ഞാൻ തന്ന സമയത്ത് ശുദ്ധ പ്രകൃതമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഈമാൻ ഉൾക്കൊള്ളാൻ, സുന്നത്തായ ജീവിതം നയിക്കാൻ പറ്റിയ പാകമായ ഹൃദയമായിട്ടാണ് ഞാൻ നിന്നെ ഏൽപ്പിച്ചത്. നീ എന്ത് ചെയ്തു നിന്റെ മക്കൾ നന്നാകാൻ, സാലിഹീങ്ങളാകാൻ, മുത്തഖീങ്ങളാകാൻ എന്ന് ചോദിക്കും അല്ലാഹ്. അപ്പൊ നമുക്ക് നാളെ പറയാം ഇൻഷാ അല്ലാഹ്, ഞങ്ങൾ മദ്രസയിൽ കൊണ്ടാക്കിയിരുന്നു, ഹാഫിളാക്കിയിരുന്നു, ആലിമാക്കിയിരുന്നു. ഞങ്ങള് അവരുടെ കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി ഇടക്കിടക്ക് ഇങ്ങനെ കൂടാറുണ്ടായിരുന്നു, മുദാക്കറ ചെയ്യാറുണ്ടായിരുന്നു. മക്കളുടെ നല്ല തർബിയത്ത് എന്തിലാണ്, തസ്കിയത്ത് എങ്ങനെയാണെന്ന് ഞങ്ങൾ പഠിക്കാറുണ്ടായിരുന്നു. നമുക്ക് പറയാം. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് മാതാപിതാക്കൾ ചെയ്യേണ്ടതായിട്ട്. അതെന്താണ്? വല്ലദീന യഖൂലൂന റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇത്ര സമയമായി. ഈ ദുആ നമ്മളുടെ മക്കൾക്ക് വേണ്ടി ഇന്ന് ചെയ്ത ആൾക്കാരൊന്ന് കൈവന്തിച്ച്. ഇന്ന് ചെയ്ത ആൾക്കാർ മാത്രം. ഇത് നമ്മൾ എപ്പോഴും ചെയ്യണം, എന്നും ചെയ്യണം. അല്ലാഹുവേ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ. അല്ലാഹുവേ ഞങ്ങളുടെ ഇണകളെ, ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ കണ്ണിന് കുളിർമയാക്കി താ പടച്ചോനെ. അവരെ കാണുമ്പോൾ സന്തോഷം ഉണ്ടാവണം, അവർ സംസാരിക്കുമ്പോൾ മനസ്സിന് കുളിർമ കിട്ടണം, അവരുടെ സേവനങ്ങള് പ്രവർത്തനങ്ങള് കാണുമ്പോൾ സന്തോഷം ഉണ്ടാകണം. ഭാര്യമാരുടെ, മക്കളുടെ അല്ലാഹുവേ അങ്ങനത്തെ ഇണകളെ താ പടച്ചോനെ, അങ്ങനത്തെ മക്കളെ താ പടച്ചോനെ. വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അവസാനമായിട്ട് അല്ലാഹ് പറഞ്ഞെന്താണെന്നറിയോ? അല്ലാഹുവേ ഞങ്ങളെ നീ മുത്തഖീങ്ങളായ പരമ്പരയുടെ ഇമാമാക്കണേ, മുത്തഖീങ്ങളായ പരമ്പരയുടെ ഇമാമാക്കണേ. അതും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. അല്ലാഹു നമുക്ക് തന്ന ഈ വലിയ നിഅമത്തിന്റെ, ആ നിഅമത്ത് നിലനിൽക്കുന്നതിനും ആ നിഅമത്തിനോടുള്ള കടമ നിർവഹിക്കുന്നതിനും ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സാലിഹീങ്ങളായി ജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾ സാലിഹീങ്ങളായി ജീവിക്കുക എന്നുള്ളതാണ്. നമ്മളിൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളുണ്ടെങ്കിൽ, സൽസ്വഭാവമുണ്ടെങ്കിൽ, ഈമാനുണ്ടെങ്കിൽ, അമലുണ്ടെങ്കിൽ അത് നമ്മളുടെ മാതാപിതാക്കളുടെ അമലിന്റെ, അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന സ്വലാഹിന്റെ, അവരുടെ ദുആയുടെ അനന്തര ഫലമാണ്. ഇനി നമ്മൾ എന്താണോ അതായിരിക്കും നമ്മളുടെ മക്കൾ. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ കാണുന്നത് നമ്മളെയാണ്, അവർ അനുഭവിക്കുന്നത് നമ്മളെയാണ്. അതുകൊണ്ട് നമ്മളിലും ദീനനുസരിച്ചുള്ള ജീവിതം ഉണ്ടാവുക. നമ്മളുടെ രഹസ്യങ്ങൾ, നമ്മളുടെ പരസ്യങ്ങൾ, നമ്മളുടെ രാത്രികൾ, നമ്മളുടെ പകലുകൾ, നമ്മളുടെ വാക്കുകൾ, നമ്മളുടെ പ്രവർത്തനങ്ങൾ, നമ്മളുടെ അനക്കങ്ങൾ, നമ്മളുടെ അടക്കങ്ങൾ ഇത് ദീനാകുക. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്ന രീതിയിലാവുക, നബി തങ്ങളുടെ സുന്നത്തുകൾ അനുസരിക്കുന്ന രീതിയിലാവുക. പ്രത്യേകിച്ച് ഉമ്മമാരും ഈ കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ നമ്മളുടെ നമസ്കാരത്തിൽ വീഴ്ച വരുത്തരുത്, സുന്നത്തുകളിൽ വീഴ്ച വരുത്തരുത്, ഖുർആൻ പാരായണത്തിൽ വീഴ്ച വരുത്തരുത്, ദുആയിൽ വീഴ്ച വരുത്തരുത്. ദുആ, മാതാപിതാക്കളുടെ ദുആ, മക്കളുടെ കാര്യത്തിൽ ഒരു മറയും കൂടാതെ അള്ളാഹു സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി. പിന്നെന്തിനാ നമ്മൾ പിശുക്ക് കാണിക്കുന്നത്? ദുആ ചെയ്യുന്ന കാര്യത്തിൽ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്താ ഇൻഷാ അല്ലാഹ് നമ്മൾ മുത്തഖീങ്ങളായി ജീവിക്കണം. അപ്പോഴാണ് മുത്തഖീങ്ങളുടെ പരമ്പരക്ക് നമ്മൾ ആരാവുക? നമ്മൾ ഇമാമാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ നമ്മളെ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇനി നാട്ടിൽ പോയിട്ട് ചെയ്യാനുള്ള കുട്ടികൾക്ക് അവര് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒരു അമലി ചാർട്ടുമാരി നമ്മൾ തയ്യാറാക്കിയതാണ്. ഇൻഷാ അല്ലാഹ് ഇത് മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതും ശീലിപ്പിക്കേണ്ടതും ഒക്കെ നമ്മളാണ്. കുറഞ്ഞ ദിവസങ്ങളാണ് മക്കൾ നമ്മളടുത്തുള്ളൂ.
ബാക്കി അവർ മദ്രസയിലാണ്. മദ്രസയിലുള്ളപ്പം ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഒരു 10 ദിവസത്തേക്ക് നമ്മളടുത്ത് വന്നപ്പം ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരും, ഈമാനിൽ മാറ്റം വരും, അമലുകളിൽ മാറ്റം വരും. പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് വലിയ ഭാരമാകും മദ്രസയിലേക്കുള്ള വരവ്. എന്താ കാരണം? അവരിതൊന്നും ചെയ്തില്ല. പോരാത്തതിന് കുറെ സമയം മൊബൈൽ ഉപയോഗിച്ചു, കുറെ റീൽസുകൾ കണ്ടു, കുറെ ഹറാമുകൾ കണ്ടു, കുറെ ഹറാമുകൾ ചെയ്തു. പിന്നെ ദീനിന്റെ വഴിയിലേക്കുള്ള വരവ് ഭയങ്കര പ്രയാസവും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടെ ഞാനൊന്ന് വായിക്കാം. ഒന്ന്, സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത്. നമ്മളുടെ മക്കള് അത് നിസ്കരിക്കണമെന്ന നിർബന്ധം നമുക്കുണ്ടാകണം. നമ്മൾ അവരെ വിളിച്ചുണർത്തണം. സുബഹി ജമാഅത്തായി നമസ്കരിക്കണം. ളുഹറിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം, ളുഹർ ജമാഅത്തായുള്ള നിസ്കാരം, ളുഹറിന് ശേഷമുള്ള സുന്നത്ത്, അസറിന് മുമ്പുള്ള സുന്നത്ത്, അസർ ജമാഅത്തായി നമസ്കരിച്ചു എന്ന് നമ്മൾ വീട്ടിലുണ്ടാവില്ല. ആ സമയമാകുമ്പോ നമുക്കൊരു ശ്രദ്ധ ഉണ്ടായാൽ മതി. നമ്മൾ ഭാര്യനെ വിളിക്കണം, ഉമ്മാനെ വിളിക്കണം, മോന് പള്ളിയിൽ പോയോ, നമ്മൾ അന്വേഷിക്കണം. മഗ്രിബ് നമസ്കാരം ജമാഅത്തായി, അതിനുശേഷമുള്ള സുന്നത്ത്, ഇശാ നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് ജമാഅത്തായി, ഇശാ നമസ്കാരം ശേഷമുള്ള സുന്നത്ത്, വിത്ർ നമസ്കാരം. ഇതൊക്കെ മക്കൾ ഇവിടുന്ന് ശീലിച്ച ഒരുപാട് കാര്യങ്ങൾ ഇതിൽ എഴുതിയിട്ടില്ല. ഈ കുറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ. കുട്ടികൾക്ക് ഭാരമാകാതിരിക്കാനും അതുപോലെ തന്നെ ശ്രദ്ധിക്കുന്നതിന് നമുക്ക് എളുപ്പമാകാനും ഈ അമലുകൾ മതി. ഇത് ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ് അവർ ഇവിടുന്ന് കരസ്ഥമാക്കിയ ആ റൂഹാനിയത്ത് അത് അവരിൽ ബാക്കിയുണ്ടാവും. സലാത്തുൽ വിത്ർ, വിത്ർ നമസ്കാരം, തഹജ്ജുദ് നമസ്കാരം, അതേപോലെ ഇഷ്റാഖ് ദുഹ. സുബഹിക്ക് നമ്മൾ പള്ളിയിൽ നമ്മളെ കൂടെ കൊണ്ടുപോവുക. ഇഷ്റാഖ് വരെ പള്ളിയിലിരുത്തി ഖുർആൻ ഓതി ദിക്ർ ചെയ്ത് ഇഷ്റാഖ് നമസ്കരിച്ച ശേഷം വീട്ടിലേക്ക് വരിക. ദുഹ നമസ്കാരത്തിന്റെ സമയത്ത് ഓർമ്മിപ്പിക്കുക. ഇതുപോലെ തന്നെ അൽഹംദുലില്ലാ നമ്മളെല്ലാവരും ദാവത്തിന്റെ പരിശ്രമമായിട്ട് ബന്ധപ്പെട്ടവരാണ്. നമ്മളുടെ നാടുകളിൽ ആ മുബാറക്കായ പരിശ്രമവുമായി ചേർന്ന് നിൽക്കുന്നവരാണ്. അപ്പൊ നമ്മള് മശൂറയില്, താലീമില് പങ്കെടുപ്പിക്കുക, ഗസ്റ്റിൽ പങ്കെടുപ്പിക്കുക, മുലാഖാത്തിൽ പങ്കെടുപ്പിക്കുക. നമ്മൾ ജമാഅത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഭാഗികമായിട്ടാണെങ്കിലും നമ്മളുടെ മക്കൾ എന്ത് ചെയ്യുക, ജമാഅത്തിൽ കൂട്ട. ചെറിയ പ്രായം മുതൽ ദഅവത്തിന്റെ സിഫത്ത് അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. പരിശുദ്ധ ഖുർആന്റെ പാരായണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ദിക്റുകൾ, ഓരോ സന്ദർഭത്തിൽ ചൊല്ലേണ്ട ദിക്റുകളുണ്ട്, അവർ പഠിച്ചിട്ടുണ്ട്. അത് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. ഭക്ഷണം കഴിക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ, മലമൂത്ര വിസർജന സമയങ്ങളിൽ, അതുപോലെ തന്നെ മറ്റു സുന്നത്തായ ദുആകൾ, ദിക്റുകൾ അത് ചെയ്യുന്നുണ്ടോ, ചെയ്തോ, ഓരോ ദിവസവും രാത്രി ചോദിക്കുക. എന്നിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ രേഖപ്പെടുത്തുക, ശരി രേഖപ്പെടുത്തുക. ഇതുപോലെ ഖിദ്മത്ത്, വീട്ടിലെ ഖിദ്മത്തുകളൊക്കെ മക്കളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യിപ്പിക്കണം. അത് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതിന്റെ മഹത്വം പറഞ്ഞു കൊടുക്കണം, അതിന് പ്രോത്സാഹനം കൊടുക്കണം. പിന്നെ എന്തെങ്കിലുമൊക്കെ സദഖയും ചെയ്യാൻ നമ്മൾ അവരെ പ്രേരിപ്പിക്കണം. ചെറിയ പ്രായത്തിൽ നമ്മൾ അവർക്ക് പൈസ കൊടുക്കുക, അവരെ കൊണ്ട് കൊടുപ്പിക്കുക. ഒരു യാചകൻ വന്നു, മോന്റെ കയ്യിൽ കൊടുത്തിട്ട് നീ കൊണ്ടേ കൊടുക്കും, ഇത്ര ചെയ്താൽ മതി. ശീലിപ്പിക്കുക, കൊടുക്കുന്ന കൈയാക്കുക. കൊടുക്കുന്ന കൈ, മുകളിലുള്ള കൈ, കൊടുക്കുന്ന കൈ. ചെറിയ പ്രായം മുതൽ കുട്ടികളിൽ ഈ ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ആകെ നമുക്ക് കിട്ടുന്ന കുറഞ്ഞ ദിവസമാണ് നമ്മളുടെ കൂടെ. അപ്പോഴെങ്കിലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ അത് വലിയ പരാജയമായിരിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സത്യസന്ധമായി ഈ കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് സത്യസന്ധമായി മാത്രം ഇത് രേഖപ്പെടുത്തി ഇൻഷാ അല്ലാഹ് മക്കൾ വരുമ്പോൾ ഇത് മക്കളുടെ കയ്യിൽ കൊടുത്തയക്കുക. തയ്യാറല്ലേ ഇൻഷാ അല്ലാഹ്? അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യണം.